നമ്മൾ സൗഹൃദങ്ങളെ പറ്റി പറഞ്ഞല്ലോ. അദ്ദേഹത്തിനെ സ്റ്റേജിൽ ഒരുപാട് അനുകരിക്കുകയും പിന്നീട് അദ്ദേഹമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാകുകയും കരടി എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിന് ഡ്യൂപ്പായിട്ട് അഭിനയിക്കുകയും ചെയ്ത് അതുവഴി സിനിമയിൽ വളരെ ശക്തമായ സാന്നിധ്യമായി മാറിയ ഒരാളുണ്ട്. നമ്മുടെ എല്ലാം സുഹൃത്താണ്, സഹപ്രവർത്തകനാണ്, പ്രിയപ്പെട്ട ഷാജോൺ ചേട്ടൻ. മണിച്ചേട്ടനെ കുറിച്ച് പറയുന്നു. ഞാൻ കലാഭവന് വരുന്നത് മണിച്ചേട്ടൻ സല്ലാബ് എന്ന സിനിമയിൽ അഭിനയിച്ച് മണിച്ചേട്ടൻ വളരെയധികം ബിസിയായി മണിച്ചേട്ടൻ കലാഭവനിൽ നിന്ന് മാറി. ആ ഒരു ഗ്യാപ്പിലായിട്ടാണ് ഞാനടക്കമുള്ള കോട്ടയത്ത് നിന്ന് കുറച്ച് പേരും പിന്നെ എറണാകുളത്തുള്ള കുറച്ച് പേരും ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ വരുന്നത്. എൻ്റെ ചേട്ടനെ ഷുജാനാണെങ്കിൽ അതുപോലെ കലാഭവൻ, ജയകുമാർ, പ്രജോദ് ഒക്കെ, ഞങ്ങൾ ദിനേശ് അണ്ണൻ, അങ്ങനെ ഞങ്ങളൊരു ടീം കലാഭവനിലോട്ട് വരുന്നത്. അപ്പം ഞാൻ വന്നതിന് ശേഷം പിന്നെ മണിച്ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്ന ഐറ്റംസുകളൊക്കെ, ഇപ്പോൾ കള്ളുകൂടിയനാണെങ്കിലും അതേപോലെ തന്നെ കോമഡി ലീഡ് ചെയ്ത് ചെയ്താണെന്നുണ്ടെങ്കിലും സ്റ്റാർസിനെ ഇമിറ്റേറ്റ് ചെയ്തതൊക്കെ പിന്നെ ഞാനായിരുന്നു കലാഭവനിൽ. അപ്പം മുതൽ തന്നെ നമുക്ക് മണിച്ചേട്ടനെ പോലെ ഒരു നടനാവണം. അപ്പോൾ അത് നമുക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അന്നൊക്കെ ഈ കലാഭവനിൽ നടന്മാരെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴും നമ്മളൊക്കെ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ തന്നെ ഇവരൊക്കെ അടുത്ത മണിച്ചേട്ടനെ പോലെ ആവുന്നവരോ കേട്ടോ, മണിച്ചേട്ടനെ പോലെ ആവുന്നവരാ, സിനിമാക്കാരാവും എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്തോ ഒരു എനർജി കയറുന്ന പോലെ. പിന്നെ നമുക്കൊന്ന് കൊതിയായിരുന്നു മണിച്ചേട്ടൻ ഇമിറ്റേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അടുത്തതായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് നാടൻ പാട്ടിൻ്റെ തമ്പുരാൻ എന്ന് പറയുമ്പം പോകുന്നൊരു ജനം ഒരു ഇളകലാണ്, ഒരു ആർപ്പുവിളിയും കൈയിടിയും ബഹളമൊക്കെ ആയിട്ടൊരു ഒരു ആർത്തിരമ്പ് എന്നൊക്കെ പറയത്തില്ല എന്ന് പറയുന്നൊരു ബഹളമാണ്. അത് ആ കൈയിടി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മണിച്ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വലിയൊരു സന്തോഷമായിരുന്നു. ആ ഒരു എനർജിയിൽ നമ്മൾ വന്ന് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അന്ന് മുതലേ നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ മനസ്സിലുണ്ടായത് എന്തെങ്കിലും നമുക്കൊക്കെ ഇതുപോലൊരു കൈയിടി കിട്ടുമോ, ആളുകൾ നമ്മളെ ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുമോ, നമുക്കൊരു സിനിമാടനാവണമല്ലോ എന്നൊക്കെ ഒരു ആഗ്രഹം തോന്നിച്ച മണിച്ചേട്ടനാണ്. ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് മണിച്ചേട്ടൻ. അതിനുശേഷം ഞാൻ സിനിമയിലേക്ക് വന്നതും എനിക്ക് തോന്നുന്നു കുറേ പേർക്കൊക്കെ അറിയാൻ തോന്നുന്നു മണിച്ചേട്ടൻ്റെ ഡ്യൂപ്പായിട്ടാണ് മൈ ഡിയർ കരടി എന്ന് പറയുന്നൊരു സിനിമയിൽ. അപ്പോൾ സിനിമയിലേക്ക് വരാനും അദ്ദേഹം അറിഞ്ഞോ അറിയാതെ അദ്ദേഹം ഒരു കാരണക്കാരനായി എന്നുള്ളതാണ്. പിന്നെ സിനിമയിൽ വന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിലും മണിച്ചേട്ടൻ്റെ അച്ഛനായിട്ട് എനിക്കൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റി, റെഡ് സല്യൂട്ട് എന്ന് പറയുന്നൊരു സിനിമയിൽ. അപ്പോൾ ആ സിനിമ തിയേറ്ററിൽ കണ്ടിട്ട്, ചാലക്കുടി കണ്ടിട്ട് മണിച്ചേട്ടൻ എന്നെ വിളിച്ചതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മോനെ നന്നായിട്ടുണ്ടാ, നീ നന്നായിട്ട് ചെയ്തു. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് മണിച്ചേട്ടൻ എങ്ങും പോയിട്ടില്ല, ഇപ്പോഴും ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. നന്നായിട്ട് പാട്ട് പാടുന്നവരുടെ ഇടയിലുണ്ട്, നന്നായിട്ട് മിമിക്രി പറയുന്നവരുടെ ഇടയിലുണ്ട്, നന്നായിട്ട് കുക്ക് ചെയ്യുന്നവരുടെ ഇടയിലുണ്ട്, നന്നായിട്ട് തമാശ പറയുന്നവരുടെ ഇടയിലുണ്ട്. എല്ലായിടത്തും മണിച്ചേട്ടനുണ്ട്. ഷാജേട്ടൻ പറഞ്ഞ് അവസാനിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, അദ്ദേഹം എല്ലാവരുടെയും ഇടയിലുണ്ട് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഞാൻ ആലോചിക്കുന്നൊരു കാര്യം, എല്ലാ കൊല്ലവും അദ്ദേഹത്തിന്റെ ഒരു ചരമദിനമാകുമ്പോൾ മിനിമം കേരളത്തിൽ എവിടുന്നും ഒരു 2 സ്ഥലത്തും നമ്മളെ ഒരു പരിപാടിക്ക് വിളിക്കും. എവിടെയൊരു സമൂഹ വിവാഹം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓട്ടോ തൊഴിലാളികളുടെ യൂണിയൻ കേരളം മുഴുവൻ അംഗീകായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യമായിട്ട് വിളിക്കുന്നുണ്ട്. ഒരു സകലകലാവല്ലഭൻ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ അദ്ദേഹം പാട്ട് പഠിച്ചിട്ടില്ല. പക്ഷെ മലമലലൂയ എന്ന് പറയുന്ന പാട്ട് പാടിയതിനെ പറ്റി MG രാധാകൃഷ്ണൻ സാറ് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്, വരുന്നു നേരെ ഒരു ഇതെടുക്കുന്നു, ഒറ്റ ടേക്കിൽ വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് പാടിയിട്ട് പോകുന്നു എന്ന് പറയുന്നു. അപ്പം ഗായകനായിട്ടോ അഭിനേതാവായിട്ടോ, ഇനി അഭിനേതാവാണെങ്കിലും ഈ മറ്റ് ഭാഷകളിലെ സിനിമകളിൽ പോയതിന് ശേഷമൊന്നും അതൊന്നും അദ്ദേഹത്തെ അങ്ങനെ ഭ്രമിപ്പിച്ചിരുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്.